ബിഗ് ബോസ് മലയാളം സീസൺ 7 വിളിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ 50-50% ചാൻസ് ഉള്ള കുറച്ച് ആളുകളുടെ പേര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ വഹിക്കുന്നില്ല. എൻ്റെ പേര് ഷഹീർ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുക. അപ്പോൾ വഹിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഫോട്ടോ സ്റ്റൈലിൽ കൊടുക്കാം കേട്ടോ. ഒന്നാമതായിട്ട് ആക്ട്രസ് ആയിട്ടുള്ള അനിമോള്, നമ്മുടെ സ്റ്റാർ മാജിക്കിലുള്ള അനിമോള്, പുള്ളിക്കാരി ഒരു 50-50% ചാൻസ് ഉണ്ട് വരാൻ. അടുത്തത് ബബിത ബബി, യൂട്യൂബറും കണ്ടന്റ് ക്രിയേറ്ററാണ് പുള്ളിക്കാരി. ബബിത ബബി ഒരു 50-50% ഉണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ അത്യാവശ്യം രണ്ടോ മൂന്നോ വർഷം അത്രയും കാണും. ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. നല്ല യൂട്യൂബ് നല്ല രീതിയിൽ തന്നെ കണ്ടന്റ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയാണ് ബബിത ബബി. ഒരു 50-50% ചാൻസ് ഇരുന്നോട്ടെ കേട്ടോ. അടുത്തത് ആക്ടറായിട്ടുള്ള ആദിത്യൻ ജയൻ, പുള്ളിക്കാരൻ വരാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം സീരിയലിലൊക്കെ അവർ സിനിമയിലുണ്ടോയെന്ന് എനിക്കറിയില്ല, സീരിയലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആദിത്യൻ ജയൻ ഒരു 50-50% ചാൻസ് അങ്ങ് ഇരുന്നോട്ടെ. അടുത്തത് അപ്പാനി ശരത്ത്, ആക്ടറും സിംഗറും ആണ് പുള്ളിക്കാരൻ. നാലാമതായിട്ട് അപ്പാനി ശരത്ത്, പുള്ളിക്കാരൻ വരുമായിരിക്കും, നമുക്ക് നോക്കാം. 50-50% ചാൻസ് തന്നെ ഇരുന്നോട്ടെ ഇതിലും. അടുത്തത് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അമയ പ്രസാദ്, നമ്മുടെ പവിത്രം സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു ബോൾഡ് ക്യാരക്ടറാണ് അതിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഏഷ്യാൻ്റെ ഫെയിമും കൂടിയാണ്. അപ്പോൾ ഒരു 50-50% ചാൻസ് അങ്ങ് ഇരുന്നോട്ടെ അമയ പ്രസാദിന്. അടുത്തത് ആറാമതായിട്ട് സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഐശ്വര്യ റാംസായി, നമ്മുടെ മൗനരാഗം സീരിയലിലെ നായിക, പുള്ളിക്കാരി ഒരു 50-50% ചാൻസിൽ ഇരുന്നോട്ടെ. അപ്പോൾ എല്ലാവരും പറയും സീരിയൽ അഭിനയിക്കുകയാണ്, പിന്നെ എങ്ങനെ വരും? ആ സീരിയൽ ഏകദേശം തീരാറായെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ തീരുമായിരിക്കും കേട്ടോ, അറിയില്ല. ബിഗ് ബോസിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ തീരുമായിരിക്കും. അപ്പോൾ ഐശ്വര്യ റാംസായി ഒരു 50-50% ചാൻസിൽ ഇരുന്നോട്ടെ. അടുത്തത് ഏഴാമതായിട്ട് ആക്ട്രസ് ആയിട്ടുള്ള രേണുസുതി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വൈറലായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി. ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും നല്ല രീതിക്ക് തന്നെ അത്യാവശ്യം ബാഡ് കമൻസിനാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പിടിച്ചു നിൽക്കുന്നൊരു ആളാണ് രേണുസുതി. അപ്പോൾ ഒരു 50-50% ചാൻസ് ഇരുന്നോട്ടെ. ഇവരൊക്കെ അത്യാവശ്യം ഫേമസ് ഉള്ളതുകൊണ്ടാണ് ബിഗ് ബോസിൽ. കാരണം ബിഗ് ബോസിൽ എത്ര ഫേമസ് ആണോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ തന്നെ ബിഗ് ബോസിലേക്ക് വിളിക്കും കേട്ടോ. അടുത്തത് സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അവന്തിക മോഹൻ, നമ്മുടെ തൂവൽ സ്പർശം ഏഷ്യാനിൽ ഉണ്ടായിരുന്ന ആ സീരിയലില് പോലീസായിട്ട് അഭിനയിച്ച കഥാപാത്രം ഉണ്ടായിരുന്നു, അതാണ് അവന്തിക മോഹൻ. അപ്പോൾ പുള്ളിക്കാരി വരാൻ ഒരു 50-50% ചാൻസ് ഇരുന്നോട്ടെ. അടുത്തത് ആങ്കറും ഇന്റർവ്യൂ ആയിട്ടുള്ള റോഹൻ ലോണ, പുള്ളിക്കാരനെ അത്യാവശ്യം വിളിക്കാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അടുത്തത് സിംഗർ ആയിട്ടുള്ള വിശ്വ മ്യൂസിക്, ഇൻസ്റ്റഗ്രാമിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ട്രെൻഡിങ് ആണ് ആള്, ഇപ്പോഴും ട്രെൻഡിങ് ആണ്. അപ്പോൾ വിശ്വ മ്യൂസിക് വരാൻ സാധ്യതയുണ്ട്. അടുത്തത് 11ാമതായിട്ട് ഗീതാ ഗോവിന്ദം, നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ബിന്നി സെബാസ്റ്റ്യൻ. ഗീതാ ഗോവിന്ദം സീരിയലില്ലേ, അതിലെ നായിക ബിന്നി സെബാസ്റ്റ്യൻ, പുള്ളിക്കാരി ഒരു 50-50% ചാൻസ് അങ്ങ് ഇരുന്നോട്ടെ. വന്നോളൂ. അടുത്തത് ഉപ്പും മുളകിലെ ബാലു, 12ാമതായിട്ട് ഉപ്പും മുളകിലെ ബാലു, ബിജു സോപാനം, പുള്ളിക്കാരനും ഒരു 50-50% ചാൻസ് അങ്ങ് ഇരുന്നോട്ടെ. അപ്പോൾ ഒരു 12 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ ചിലപ്പോൾ എല്ലാവരും വരണമെന്നില്ല, നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ നിന്ന് ചിലപ്പോൾ ഒരു 5-6 പേരൊക്കെ വരാം, ചിലപ്പോൾ ആരും വന്നില്ല എന്നിരിക്കാം. ഒരു 50-50% ചാൻസ് ആണ് ഈ വീഡിയോയിൽ പറഞ്ഞ ആൾക്കാർ ഉള്ളത്. അപ്പം പിന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ലാലേട്ടൻ്റെ പ്രൊമോ, ലാലേട്ടൻ്റെ ഒരു പ്രൊമോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇന്നാണെന്ന് തോന്നുന്നു ഏഷ്യാനെറ്റിലൊരു പോസ്റ്റ് കണ്ടു, ഏഷ്യാനെറ്റ് യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടു. ജൂലൈ 4 സംതിങ് ബിഗ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞിട്ടൊരു ഏഷ്യാനെറ്റ് യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുറകിലൊരു നിഴലും കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ്റെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ നാളെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ പ്രൊമോ വരിക, ഉറപ്പില്ല കേട്ടോ, പറയുന്നുള്ളൂ. എൻ്റെ ഒരു ഇതാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ബിഗ്, കാരണം BIGG ആണ്, നമ്മുടെ ബിഗ് ബോസിലെ ബിഗ് ആണ്. അപ്പോൾ ലാലേട്ടൻ്റെ പ്രൊമോ ചിലപ്പോൾ നാളെ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു പോസ്റ്റ് കണ്ടിട്ട് നമുക്ക് എന്തായാലും കാത്തിരിക്കാം. അപ്പോൾ ലാലേട്ടൻ്റെ പ്രൊമോ അങ്ങ് വരട്ടെ. അപ്പോൾ നമുക്ക് നാളെ അറിയാൻ പറ്റും. ബിഗ് ബോസിൻ്റെ ലാലേട്ടൻ്റെ പ്രൊമോ നാളെയാണ് വരുന്നെങ്കിൽ നമുക്ക്
അറിയാൻ പറ്റും എന്താണ് നമ്മളുടെ ബിഗ് ബോസിന്റെ ടൈറ്റിൽ, അല്ലെങ്കിൽ എന്താണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ, അല്ലെങ്കിൽ സീസൺ 4 ഇത് കളറാകും, അല്ലെങ്കിൽ സീസൺ 5 തീ പാറും. അതുപോലെ സീസൺ 7 എന്തായിരിക്കും നമുക്ക് നോക്കാം, ടൈറ്റിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നേക്കും. ബൈ.